പശ്ചിമേഷ്യ വീണ്ടും അതിശക്തമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക അവർ ഒപ്പുവെച്ച കരാർ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇറാൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ലെബനനിലെ വെടിനിർത്തൽ. എന്നാൽ ആ വെടിനിർത്തൽ ഇപ്പോഴും ഇസ്രയേൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി പറഞ്ഞത് അതിനൊരു സമയം നിശ്ചയിക്കണം എന്നാണ്. അതായത് ലെബനാനിൽ നിന്ന് എപ്പോഴാണ് ഇസ്രയേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കുന്നത്, അത് ഏത് സമയത്തിനുള്ളിൽ പൂർത്തിയാകും എന്നതിൻ്റെ ഒരു ടൈം, ഒരു ഡേറ്റ് നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം ഇസ്രയേൽ അനിശ്ചിതത്വമായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ അധിനിവേശത്തിന്റെ എല്ലാ സൈനികരെയും ലെബനാനിൽ നിന്ന് പിൻവലിക്കുക എന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് പാലിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ യുദ്ധം തന്നെ ആയിരിക്കും മുന്നിലുള്ള വഴി എന്നാണ് ഇപ്പോൾ ഖാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നിലനിൽക്കുന്നു എന്നത് ശരിയാണെങ്കിലും ഇപ്പോഴും അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വലിയ രൂപത്തിലുള്ള സൈനിക സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ്. അതായത് ഇറാന്റെ നീക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അമേരിക്ക ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം തന്നെ ആയിരിക്കും ആവശ്യം. അതേസമയത്ത് ലോകത്തെ ഊർജ പ്രതിസന്ധി മാറിക്കഴിഞ്ഞാൽ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം എന്നാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഏത് സൈനിക നടപടിയാണെങ്കിലും അതിനെ ശക്തമായി നേരിടാനാണ് ഇറാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇപ്പോഴും അതിശക്തമായ സൈനിക സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ തകർക്കപ്പെട്ട ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇറാൻ ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ ഈ കാലയളവിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച ഖത്തറിലുള്ള $12 ബില്യൺ $6 ബില്യൺ ഇപ്പോൾ ഖത്തർ കൈമാറുമെന്നും അതിനുവേണ്ടിയുള്ള ചർച്ചക്കായി ഖത്തറിലേക്ക് പുറപ്പെടുകയാണ് എന്നും ഇറാൻ വ്യക്തമാക്കുന്നു.